Hi dears, welcome to Vector Academy where learning gets direction and magnitude. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +1 ഫിസിക്സിലെ കുറച്ച് ടോപ്പിക്സ് ആണ്. നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറയുന്ന ടോപ്പിക്ക് ഏതുമായി റിലേറ്റഡ് ആണ്? കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് ഓർക്കുന്നുണ്ടാവും അല്ലേ? എന്തായിരുന്നു കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം? അതായത് ഒരു സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ? മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റാണ് മൊമെൻറ്റം. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് വെൻ ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ദർ ടോട്ടൽ മൊമെൻറ്റം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതാണ് എന്ത്? കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ആ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് എന്ത്? റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്. എന്താ റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, നമ്മളൊരു സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതാണ്. അതായത് നമ്മളൊരു ഗൺ ഫയർ ചെയ്യുന്ന സമയത്ത് അവിടെ ബുള്ളറ്റ് ഫോർവേഡ് ആയിട്ട് മൂവ് ചെയ്യാണ്. മുമ്പോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഗണ്ണിന് എന്തുണ്ടാകുന്നുണ്ട്? ഒരു ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ ബാക്ക്വേർഡ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയാം. ഈ ഗണ്ണിൽ എക്സ്പ്ലോഷൻ നടക്കുന്നത് എന്താണ്? ഇൻറ്റേർണൽ ഫോഴ്സ് കാരണമാണ്. ഇൻറ്റേർണലി ഉള്ള ഫോഴ്സാണ് അവിടെ എക്സ്പ്ലോഷന് കാരണമാകുന്നത്. എക്സ്റ്റേർണലി ഉള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ നമ്മൾ കൈകൊണ്ട് പിടിച്ചിരിക്കുന്ന ഫോഴ്സോ ഒന്നും ആ ഒരു മൊമെൻറ്റിൽ എന്തല്ല വലിയൊരു ലാർജ് ഫോഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഈ കേസിൽ അനുഭവപ്പെടുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സീറോ ആണ്, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത് എന്താ? ഇനീഷ്യൽ മൊമെൻറ്റവും ഫൈനൽ മൊമെൻറ്റവും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് ടോട്ടൽ മൊമെൻറ്റം എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇവിടെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവിടെ മൊമെൻറ്റം എന്താണ്? ഗണ്ണിൻ്റെയും അതുപോലെ ബുള്ളറ്റിൻ്റെയും കൂടെയും ടോട്ടൽ മൊമെൻറ്റത്തിനെയാണ് നമ്മളിവിടെ മൊമെൻറ്റമായിട്ട്, ടോട്ടൽ മൊമെൻറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഗണ്ണ് ഫയർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള എന്താണ്? ഗണ്ണിൻ്റെയും അതുപോലെ തന്നെ ബുള്ളറ്റിൻ്റെയും കൂടെ മൊമെൻറ്റം. ഇനി ഗണ്ണ് ഫയർ ചെയ്തതിന് ശേഷമുള്ള മൊമെൻറ്റാണ് എന്ത്? ഫൈനൽ മൊമെൻറ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, ഗണ്ണ് ഫയർ ചെയ്യുന്നതിന് മുന്നേ അതായത് ഗണ്ണായാലും ബുള്ളറ്റ് ആയാലും രണ്ടും റെസ്റ്റിലാണ്. എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും വെലോസിറ്റി വി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സീറോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് സീറോ ആയിട്ട് വരും. അപ്പം അവിടെ എഴുതിയിരിക്കുന്ന പോലെ ഇനീഷ്യൽ മൊമെൻറ്റം സീറോ ആകും. അതുകൊണ്ട് എന്താണ് അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഫൈനൽ മൊമെൻറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. ഫൈനൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഫ്റ്റർ ഫയറിങ്, അതായത് നമ്മൾ ഗണ്ണ് ഫയർ ചെയ്തതിന് ശേഷം ഗണ്ണിൻ്റെയും അതുപോലെ തന്നെ ബുള്ളറ്റിൻ്റെയും കൂടെ ടോട്ടൽ മൊമെൻറ്റം മാത്രമേ ഇവിടെ വാല്യൂ ഉണ്ടാവുള്ളൂ. ഇനീഷ്യൽ മൊമെൻറ്റം എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ അവിടെ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ ഫയറിങ് ഗണ്ണ് നമുക്ക് എങ്ങനെ എഴുതാം? പി ബി പ്ലസ് പി ജി എന്ന് എഴുതാം. പി ബി എന്ന് പറയുന്നത് എന്താണ്? ബുള്ളറ്റിൻ്റെ മൊമെൻറ്റമാണ്. പി ജി എന്ന് പറയുന്നത് ഗണ്ണിൻ്റെ മൊമെൻറ്റം. അത് ടോട്ടൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പം പ്ലസ് പി ജി എന്നുള്ളത് നമുക്ക് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്ത് എഴുതാം? പി ബി ഈക്വൽ ടു മൈനസ് പി ജി എന്ന് എഴുതാം. പി ബി എന്ന് പറഞ്ഞാൽ എന്താ? ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം. ഇവിടെ ബുള്ളറ്റിൻ്റെ മാസ് ചെറുതാണല്ലോ, അതുകൊണ്ട് രണ്ടും ചെറിയ സ്മോൾ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. സ്മോൾ ലെറ്റർ എമ്മും ബുള്ളറ്റിൻ്റെ മാസ്, സ്മോൾ ലെറ്റർ വി എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി. ഇനി ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ഗണ്ണിൻ്റെ മാസ്, ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് ഗണ്ണിൻ്റെ വെലോസിറ്റി. അപ്പോൾ പി ബി ഈക്വൽ ടു മൈനസ് പി ജി ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എം വി ഈക്വൽ ടു മൈനസ് എം വി എന്ന് എഴുതാം. ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന എം വി എന്താണ്? ടോട്ടൽ മൊമെൻറ്റം ഓഫ് ദ ബുള്ളറ്റ് ആണ്. ആൻഡ് പി ജി എന്ന് പറഞ്ഞാൽ അവിടെ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗണ്ണിൻ്റെ എന്താണ്? മൊമെൻറ്റമാണ്. അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അവിടെ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ഓർത്തില്ലെങ്കിൽ എന്ത് ഓർത്തിരിക്കുക? എം വി ഈക്വൽ ടു എം വി എന്നുള്ളത് കാര്യം മനസ്സിൽ വെക്കുക. അവിടെ അതുമായി റിലേറ്റഡ് ആയിരിക്കും നമുക്ക് എപ്പോഴും എന്ത് വരിക? പ്രോബ്ലംസ് വരിക. എം വി ഈക്വൽ ടു എം വി. ഇവിടെ സ്മോൾ ലെറ്റർ എമ്മും സ്മോൾ ലെറ്റർ വിയും എന്തിനാണെന്ന് ഓർത്തിരിക്കണം? ബുള്ളറ്റിൻ്റെ ആണ്. അതിനെ നമ്മൾ മസിൽ വെലോസിറ്റി എന്ന് പറയും. ഇനി ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ വിയും ആരുടെയാണ്? ഗണ്ണിൻ്റെ ആണ്. ഗണ്ണിനുണ്ടാകുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ റീകോയിൽ വെലോസിറ്റി എന്ന് വിളിക്കുക. ഈ 4 ക്വാണ്ടിറ്റിയിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും എപ്പോഴും എന്ത്? എക്സാമിന് ചോദിക്കുക. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻസ് അവിടെ ഒരു PYQ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, എ ഷെൽ ഓഫ് മാസ് 0.020 kg is fired by a gun of mass 100 kg. If the muzzle speed of the shell is 80 meter per second, what is the recoil speed of the gun? എന്തൊക്കെ തന്നിട്ടുണ്ട്? ബുള്ളറ്റിൻ്റെ മാസ് തന്നിട്ടുണ്ട് 0.020 kg ആണ്. ഗണ്ണിൻ്റെ മാസ് 100 kg ആണ് തന്നിട്ടുണ്ട്. പിന്നെ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി 80 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റീകോയിൽ വെലോസിറ്റി ആണ്. അപ്പോൾ എം വി ഈക്വൽ ടു എം വി എന്ന് പറഞ്ഞൊരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഏത് വേണമെങ്കിലും റീഅറേഞ്ച് ചെയ്താലോ? ഇവിടെ നമുക്ക് ക്യാപിറ്റൽ വി ആണ് എഴുതേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ വിനെ റൈറ്റ് സൈഡിൽ നിർത്തിയാൽ ക്യാപിറ്റൽ എം ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്ത് വരും? എം വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം എന്ന് വരും. ഇവിടെ സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ മാസും, സ്മോൾ ലെറ്റർ വി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയാണ്. അതാണ് ന്യൂമറേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. 0.2 ഇൻറ്റു 80 ഡിവൈഡ് ബൈ താഴെ വരുന്നത് എന്താണ്? ഗണ്ണിൻ്റെ മാസാണ്. ദാറ്റ് ഈസ് 100. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 0.016 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും.
അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, എപ്പോഴും ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന എല്ലാം ഫണ്ടമെൻ്റൽ യൂണിറ്റിലാണോ നോക്കുക. കിലോഗ്രാമിൽ അല്ലെങ്കിൽ കിലോഗ്രാമിലേക്ക് മാറ്റണം, മീറ്റർ പെർ സെക്കൻഡിൽ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബ്ലം ചെയ്യാൻ. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, റീകോയിൽ ഓഫ് ഗണ്ണ് എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആണെന്ന് ഓർത്തിരിക്കുക, കൺസർവേഷൻ ഓഫ് മൊമെൻ്റ് ആപ്ലിക്കേഷൻ ആണ്. എന്താണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പഠിച്ചു നോക്കുക. ആ ഫൈനൽ ഇക്വേഷൻ MV = MV എന്ന കാര്യം ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വന്നാലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.